ആദ്യം CPM നേതാവായ AK ബാലന്റെ പ്രസ്താവന, രണ്ടാമതിപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എത്ര ആവൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ്. ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മന്ത്രിസഭയിൽ ഒരു അംഗം ഇതുപോലെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു അംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറെ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിന്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം? ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ പറയാൻ നേരത്ത് വ്യാപകമായ ആക്രമണ സഹിഷ്ണുതരെ ഉണ്ടാകുന്നുണ്ട്. പല സാമുദായിക നേതാക്കളുടെ അടുത്ത് ഇന്നലെയും ഉണ്ടായിരുന്നു. അത് തുടരുകയാണ്. എനിക്കത് കുഴപ്പമില്ല. കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുനകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും. അല്ലാതെ വെറുതെ പോകില്ല. എനിക്കൊരു ഭയമില്ല. അല്ല, അതൊക്കെ സമയമുണ്ടല്ലോ, എല്ലാവരും സംസാരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ ആശയമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കേരളത്തെ തകർത്താൻ, കേരളത്തെ ഭിന്നിപ്പിക്കാൻ ആര് വന്നാലും അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നലെ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 1.5 മണിക്കൂർ അവിടെ ആസ്ഥാനത്ത് ചെന്നിരുന്നു, അദ്ദേഹത്തെ കണ്ടു, ഈ നേതാക്കളുമായിട്ട് ഇവിടെ. ഞാൻ ഒരു പ്രാവശ്യമല്ലല്ലോ, പല പ്രാവശ്യം ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്. ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലുള്ള വസതിയിൽ പോയിട്ടുണ്ട്. ഞാൻ മുഴുവൻ സമുദായ നേതാക്കളെയും കാണാൻ പോവാറുണ്ട്, ഇപ്പോഴും പോവാറുണ്ട്, നേരത്തെയും പോവാറുണ്ട്. അതിലെന്താ, രാഷ്ട്രീയ നേതാക്കൾ കാണണ്ടേ, അവരുമായിട്ട് ഇന്ററാക്ഷൻ നടത്തണ്ടേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടത്. അതിനെന്താ കുഴപ്പം? അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഞാൻ KC വേണുഗോപാൽ കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു കല്യാണ സമയത്ത് വെച്ച് അദ്ദേഹവും ഞാനുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. അതെന്താ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഏത് വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആരെങ്കിലും കയ്യിലിരിക്കുന്നതാണ്. വോട്ട് ജനങ്ങൾ നൽകുന്ന വോട്ടല്ലേ. നമ്മൾ എന്താണ്, രാഷ്ട്രീയ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, എല്ലാ വിഭാഗം ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കില്ലേ? പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്ന സമയത്ത്, MLA മത്സരിക്കുന്ന സമയത്ത്, MP മത്സരിക്കുന്ന സമയത്ത് എല്ലാവരെയും പോയി കാണില്ലേ? പള്ളിയിൽ പോയി പള്ളിയിലെ ഭാരവാഹിയെ കാണും, ക്ഷേത്രത്തിലെ ഭാരവാഹികളെ കാണും, എല്ലാ മതസ്ഥരെയും കാണില്ലേ? എല്ലാവരോടും സംസാരിക്കില്ലേ? അല്ലല്ല, അത് പോകുന്നത് അങ്ങനെയാണ് അവർ കരുതുന്നതെങ്കിൽ പോകാതിരിക്കാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പിന്നീട് പോയല്ലോ. ഞാൻ ഏത് സംഘടനയാണ് തള്ളി പറഞ്ഞത്? നിങ്ങൾ പറ. അല്ലല്ല, ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറ. നിങ്ങളുടെ കയ്യിലൊക്കെ റെക്കോർഡുണ്ടല്ലോ. അല്ല, നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ. ഞാൻ ഏത് സമുദായത്തെയാണ് കേരളത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ളത്?
ഒരു സമുദായത്തെയും തള്ളി പറഞ്ഞില്ല. അതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. നിയമസഭ അല്ലല്ലോ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലോ എന്തായിരുന്നു റിയാക്ഷൻ. കേൾക്ക് അല്ലല്ലോ ഉണ്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം ഉണ്ടായി. ഇതാണ് ആളിക്കത്തിക്കാൻ നോക്കിയത്. അതിന് ഞങ്ങൾ നേരിട്ടല്ലോ. CPM ജയിച്ചൊരു സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചല്ലോ. മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്നും പറഞ്ഞുകൊണ്ട്. ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഹിറ സെന്ററിൽ അവരുടെ ആസ്ഥാനത്ത് അമീറുമായി സംസാരിക്കുന്ന ഫോട്ടോ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ നിങ്ങളോട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണിച്ചല്ലോ. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചല്ലോ. പിറ്റേ ദിവസം അദ്ദേഹം കോട്ടയത്ത് സറണ്ടർ ചെയ്തല്ലോ, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ടായിരുന്നോ. ഇപ്പോഴുള്ള ചോദ്യം എന്താ? ജമാഅത്ത് ഇസ്ലാം UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുവാണ്. എന്താ അതിന്റെ അർത്ഥം? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ മറുചോദ്യം, 42 വർഷം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. CPMന്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന നാളുകളിൽ CPMന് അധികാരം കിട്ടിയപ്പോ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് ജമാഅത്ത് ഇസ്ലാമി ആണോ? ആണെങ്കിൽ സൂക്ഷിക്കണം, ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെ ഉള്ളപ്പോ അവരാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചോളാം. അത്രയുള്ള ഇതിനൊക്കെ മറുപടി. അതായത് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ സുകുമാരൻ നായരെയും ഇവർ ഇരിക്കുന്ന സ്ഥാനങ്ങളെയാണോ ഒന്ന് ബഹുമാനിക്കുന്നത്, ഈ വ്യക്തികളെ അല്ലേ? അല്ലല്ല, വ്യക്തികളോട് എന്താ നമുക്കെന്താ ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല, പണ്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കണം. ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രി. കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക, അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക. അത് കേട്ട് മിണ്ടാതിരുന്ന അതിലും നല്ലത് ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്നു. അതിന് ഞാനില്ല, അതിനെ എതിർക്കുക തന്നെ ചെയ്യും. എതിർക്കും. അല്ല, അതൊന്നും എനിക്ക് വിരോധമില്ലെന്നേ. എന്നെക്കാളും മികച്ച എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ. അവരൊക്കെ എന്റെ നേതാക്കന്മാരല്ലേ. രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ്. സംശയം എന്താ? അല്ല, അത് അവർക്ക് പറയാന്നേ. അവർക്കൊരാളെ വിമർശിക്കാം. ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. താങ്കൾ സാമുദായിക നേതാക്കന്മാരെ കാണാൻ പോകുന്നുണ്ടോ? കാര്യം സംഭവിച്ചിട്ടുണ്ട്. അല്ലെ, നേരത്തെ തന്നെ ഇതൊക്കെ നേരത്തെ എല്ലാ പരസ്യമായിട്ടല്ലേ നിങ്ങളെ പരസ്യമായിട്ടല്ലേ പോകുന്നത്? പരസ്യം. എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിലെ എയർ തീർന്നിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. വേറെ വണ്ടി കാക്കനാടുള്ള എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോണ്. സിനഡിന്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിട്ട് വേറെ വണ്ടി പോണതിന്റെ രഹസ്യമാണ്. നിക്ക്. അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ ഞാൻ താമരശ്ശേരി ബിഷപ്പിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത്. എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അതിനെന്താ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പോകില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയും എത്തും. ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകമുള്ളൂ. അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞേക്കണം, രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. MLA ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞു സമുദായ നേതാക്കൾ. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കിടുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാ മതി. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം. മനസ്സിലായ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ. ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ. അവരിയ്ക്കാൻ പറഞ്ഞ ഒരു നഷ്ടം ഉണ്ടാക്കില്ല. കോൺഗ്രസിന് വർഗീയതയ്ക്കെതിരായ നിലപാട് എന്താ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന്. ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നത്, അല്ലെ? അവിടെ അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങൾ സന്ധി ചെയ്താലാണ് കോൺഗ്രസിന് ദോഷം വരുന്നത്. സാമുദായിക സംഘടനാ നേതാക്കളുമായിട്ടൊരു തല്ല് വേണ്ട എന്നൊരു ലൈൻ കോൺഗ്രസ്
അല്ല, ഞങ്ങൾ ആരുമായിട്ടും വഴക്കിടണ്ടെന്നാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന്റെ മൊത്തം ലൈൻ അതാണ്. ഒരാളായിട്ട് വഴക്കിടാൻ പോകണ്ടെന്നാ. പക്ഷേ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും. ഒറ്റ പോയിന്റിലേ ഉള്ള പ്രശ്നം. ഒറ്റ പോയിന്റില് ആര് വർഗീയത പറഞ്ഞാലും, ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ആരായാലും അവർക്ക് അങ്ങനെയൊന്നും ഒരു പരാതിയില്ല. അവരങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പരാതി അവർ പറഞ്ഞു. ഇടപെടലിന് പിന്നിലെ സാമുദായിക നേതാക്കളുടെ പ്രസ്താവനകൾക്ക് പിന്നിൽ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വല്ലതും ഉണ്ടായിട്ട് തോന്നുന്നു. അത് നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ അന്വേഷിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു കമന്റില്ല. എനിക്ക് കമന്റ് പറയാനുള്ളത് ഇതാണ്. ഞാൻ പറഞ്ഞ വാചകം, കേരളത്തിൽ ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്ന നടപടിയാണ് CPM ചെയ്യുന്നത്. അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. കേരളത്തിൽ CPM-ന്റെ അവസാനത്തിന്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും. ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ. ആർക്കാണ് ഇതിന്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. ഞാനീ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്ത് നിന്നാണ്, ഒരു പൈതൃക ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ചരിത്രത്തിൽ എഴുതി വെച്ചോ. ഇത് ഈ കളി, ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ CPM-ന്റെ ഈ വർഗീയവാദം, അത് CPM-ന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും. എഴുതി വെച്ചോ. എന്തെങ്കിലും ചരിത്രത്തിൽ ഞാനും അങ്ങനെയെങ്കിലും അറിയപ്പെടും.